അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. പീപ്പിൾസ് അക്കാഡമിയുടെ അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. പൗരന്റെ അവകാശങ്ങളും കടമകളും എന്ന ടോപ്പിക്ക് സിലബസിന്റെ ബേസിലെ ടോപ്പിക്ക് നമുക്ക് നോക്കാം. 20ാമത്തെ ഡേ ആണ്. നിങ്ങൾ സിലബസ് നോക്കിയതാ കാണാം. ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും എന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് കമ്പനി ബോർഡ് LGS വെബ്കോ LDCയുടെ PDF നോട്ട്, പെയ്ഡ് PDF നോട്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ 9496822117 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാതാണ്. ഡീറ്റെയിൽസ് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ശ്രദ്ധിക്കുക, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഇന്ത്യയിലെ ചില സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഇന്ത്യയിലെ ചില സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. അത്തരം ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഇന്ത്യൻ ഭരണഘടനയിൽ ചില വ്യവസ്ഥകളും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ. പ്രധാനപ്പെട്ടതാണ്, ഓർത്തു വെച്ച് പഠിക്കുക. സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ചോദ്യം വരുമ്പോൾ ചോദിക്കും, അതുകൊണ്ട് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. അപ്പോൾ താഴെ പറയുന്നതിൽ എന്താണ് സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ താഴെ പറയുന്ന ഏതൊക്കെ വ്യവസ്ഥകളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ഈ മൂന്നും ഒരെണ്ണം കൂടെ എക്സ്ട്രയും കൂടെ തരാം. അപ്പോൾ അതിൽ നിന്ന് തെറ്റായത് ഏതെന്ന് കണ്ടെത്താനായിരിക്കും ചോദ്യം വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കർത്തവ്യങ്ങളാണ് ഏതുമായിട്ട് വരുന്നത് ഇന്ത്യ ഭരണഘടന ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക ലക്ഷ്യങ്ങൾ. ഓക്കെ, 16ാം അനുച്ഛേദത്തിൽ വാസസ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുജീവനക്കാര്യത്തിൽ വിവേചനം പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും സംസ്ഥാനത്തിന്റെയോ യൂണിയൻ ടെറിട്ടറിയുടെ ചില പ്രത്യേക നിയമങ്ങൾ നടത്തുമ്പോൾ വാസസ്ഥലം എന്നത് പാർലമെന്റിന് ഒരു മാനദണ്ഡമായി വെക്കാമെന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. ഒരു പ്രസ്താവന, സ്റ്റേറ്റ്മെന്റ് ആണ്. കൃത്യമായിട്ട് ഓർത്തു വെച്ച് പഠിക്കുക. 16ാം അനുച്ഛേദത്തിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. വാസസ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുജീവനക്കാര്യത്തിൽ വിവേചനം പാടില്ല, പൊതുജീവനക്കാര്യത്തിൽ എന്ത് ചെയ്യുക പാടില്ല, വിവേചനം പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും സംസ്ഥാനത്തിനോ യൂണിയൻ ടെറിട്ടറിക്കോ ചില പ്രത്യേക നിയമനം നടത്തുമ്പോൾ വാസസ്ഥലം എന്നത് പാർലമെന്റിന് ഒരു മാനദണ്ഡമായി വെക്കാൻ എന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. വിവേചനം പാടില്ല എന്നത് മൗലിക അവകാശമാണെങ്കിലും റിസർവേഷൻ ലഭിക്കുക എന്നത് മൗലിക അവകാശമല്ല. ശ്രദ്ധിച്ചോളാം, വിവേചനം പാടില്ല എന്നത് മൗലിക അവകാശമാണെങ്കിലും റിസർവേഷൻ ലഭിക്കുക എന്നത് എന്തല്ല, മൗലിക അവകാശമല്ല. മറിച്ച് സംസ്ഥാനത്തിന്റെ വിവേചന അധികാരത്തിന്റെ പരിധിയിൽ വരുന്നതാണ് എന്ത് പറയുന്നത്, റിസർവേഷൻ എന്ന് പറയുന്നത്. അടുത്ത മൗലിക അവകാശങ്ങളിൽ 5 എണ്ണം ഇന്ത്യൻ പൗരന് മാത്രം ലഭിക്കുന്നത് ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 15, 16, 19, 29, 30 എന്നിവ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്ന മൗലിക അവകാശങ്ങളാണ്. മൗലിക അവകാശങ്ങൾക്ക് പോസിറ്റീവ്, നെഗറ്റീവായ സ്വഭാവങ്ങളുണ്ട്. പൗരന്റെ കാഴ്ചപ്പാടിൽ പോസിറ്റീവാണ് ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക നേരായ രീതിയിൽ, അതായത് ബാഹ്യ ഇടപെടലുകൾ, സമ്മർദ്ദങ്ങൾ ഒരു പരിധിവരെയെങ്കിലും ഇല്ലാതെ ജോലി ചെയ്യാൻ സാധിക്കുക തുടങ്ങിയ കാഴ്ചപ്പാടിൽ അഭിപ്രായ സ്വാതന്ത്ര്യം അനുഭവിക്കുക എന്നിവ ഇത് പോസിറ്റീവായിട്ടുള്ള കാര്യം. ഇനി നെഗറ്റീവ്, സംസ്ഥാനത്തിന്റെ കാഴ്ചപ്പാടിൽ നെഗറ്റീവായിട്ടുള്ള സംസ്ഥാനത്തിന്റെ ഗവൺമെന്റിന്റെ മേലെയുള്ള ചില പരിധികൾ വെക്കുന്നതാണ്. ഓക്കെ, ഇതെല്ലാം സ്റ്റേറ്റ്മെന്റ് രീതിയിലായിരിക്കും നിങ്ങൾക്ക് എക്സാമിനെ ചോദിക്കുന്നത്. അപ്പോൾ അത് അനുസരിച്ച് എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ മൗലിക അവകാശങ്ങൾ പോസിറ്റീവായും നെഗറ്റീവായുള്ള സ്വഭാവങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഓർത്തു വെച്ച് പഠിക്കുക. അടുത്ത്, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം. സമത്വത്തിനുള്ള അവകാശം, ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നത്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെ. ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23ഉം 24. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25ഉം 28. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം 29ഉം 30ഉം. ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 32. ഓക്കെ, റിട്ടിനെ കുറിച്ച് പറയുന്നതാണ് 32 എന്ന് പറയുന്നത്. ഓർത്തേക്ക്, സുപ്രീം കോടതി റിട്ടിനെ കുറിച്ച് പറയുന്നത് 32 എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത മാർഗനിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി സ്വത്തുവകകൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ മൗലിക അവകാശങ്ങളുടെ മേൽ പരിധി സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതായത് ഇത്തരം സാഹചര്യങ്ങളിൽ നിർദ്ദേശക തത്വങ്ങൾ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നു. ഓർത്തേക്കുക, അപ്പൊ മാർഗനിർദ്ദേശക തത്വം നടപ്പിലാക്കാൻ വേണ്ടി സ്വത്തുവകകൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ മൗലിക അവകാശങ്ങളുടെ മേൽ പരിമിതി സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതായത് ഇത്തരം സാഹചര്യങ്ങളിൽ നിർദ്ദേശക തത്വങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്ന് ഓർത്തുവയ്ക്കുക. അടുത്ത, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ് ഭാഗം
4A, ആർട്ടിക്കിൾ 51A. ഓക്കെ, കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. എക്സാമിന് ചോദിക്കുന്നതാണ്. ഇന്ത്യൻ ഭരണ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതെന്ന് വെച്ചാൽ ഭാഗം 4A, ആർട്ടിക്കിൾ ചോദിച്ചാൽ 51A എന്ന് കൂടി പഠിച്ചു വയ്ക്കുക. ഇത് ഏത് രാജ്യത്ത് നിന്നാണ് കടം കൊടുത്തത്? സോവിയറ്റ് യൂണിയൻ, നമ്മളിപ്പോൾ പഠിക്കുന്ന റഷ്യയിൽ നിന്ന്. സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് 1976 42ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടത്. എന്ത്? 51A. സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ 8 കടമകൾ അംഗീകരിച്ചു, 3 നിർദ്ദേശങ്ങൾ എന്ത് ചെയ്തു? ഗവൺമെന്റ് അംഗീകരിച്ചില്ല. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളിൽ ഗവൺമെന്റ് അംഗീകരിക്കാതിരുന്നവ ഏതൊക്കെയാണെന്ന് വെച്ചാൽ മൗലിക കടമകൾ പാലിക്കാതെ ശിക്ഷിക്കുകയോ അവരിൽ നിന്ന് പിഴ ഈടാക്കുകയോ ചെയ്യാം എന്നത് ഒന്നാമത്തത്. രണ്ടാമത്, മേൽപ്പറഞ്ഞ ശിക്ഷാവിധികൾ നടപ്പിൽ വരുത്താൻ തയ്യാറാകുന്ന നിയമങ്ങൾ കോടതികളിൽ ചോദ്യം ചെയ്യാൻ പാടില്ല, ജുഡീഷ്യൽ റിവ്യൂവിന്റെ പരിധിയിൽ വരാൻ പാടില്ല എന്നത് രണ്ടാമത്തത്. നികുതി അടയ്ക്കുക എന്നത് മൗലിക കടമയാക്കുക എന്നത് മൂന്നാമത്തത്. കൃത്യമായിട്ട് ഓർത്തുക. സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളിൽ ഗവൺമെന്റ് അംഗീകരിക്കാതിരുന്നവ ഏതൊക്കെയാണെന്ന് വെച്ചാൽ മൗലിക കടമകൾ പാലിക്കാത്തവരെ ശിക്ഷിക്കുകയോ അവരിൽ നിന്ന് പിഴ ഈടാക്കുകയോ ചെയ്യാം. മേൽപ്പറഞ്ഞ ശിക്ഷാവിധികൾ നടപ്പിൽ വരുത്താൻ തയ്യാറാകുന്ന നിയമങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നത് ജുഡീഷ്യൽ റിവ്യൂ പരിധിയിൽ വരാൻ പാടില്ല. അടുത്ത്, നികുതി അടയ്ക്കുക എന്നത് മൗലിക കടമയാക്കുക എന്നത്. ഓക്കെ, അടുത്ത് 42ാം ഭേദഗതി പ്രകാരം മൗലിക കടമകൾ കൂട്ടിച്ചേർത്തപ്പോൾ മൗലിക കടമകളുടെ എണ്ണം എത്രയെന്ന് വെച്ചാൽ 10 ആണ്. എന്നാൽ 11ാം മൗലിക കടമ കൂട്ടിച്ചേർത്ത ഭേദഗതി 86ാം ഭേദഗതി 2002. കൃത്യമായി ഓർത്തു വയ്ക്കുക. 86ാം ഭേദഗതി 2002. നിലവിലെ മൗലിക കടമകളുടെ എണ്ണം ചോദിച്ചാൽ 11 മൗലിക കടമകളാണെന്ന് കൃത്യമായിട്ട് ഓർത്തു വെച്ച് പഠിച്ചോളൂ. അടുത്ത പോയിന്റ്, മൗലിക കടമകളിൽ ചിലത് ധാർമ്മികവും ചിലത് പൗരസംബന്ധവുമാണ്. അതായത് മോറൽ ആൻഡ് സിവിക് ഡ്യൂട്ടീസ്. ആ മോറൽ ഡ്യൂട്ടീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. രാജ്യത്തെ ബഹുമാനിക്കുക, സ്ത്രീകളെ ബഹുമാനിക്കുക, അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ഓക്കെ, അടുത്ത, മൗലിക കടമകളിൽ ചിലത് ധാർമ്മികമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ധാർമ്മികമായത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സിവിക് ഡ്യൂട്ടീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഭരണഘടനയെ ബഹുമാനിക്കുക, ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കുക. ഓക്കെ, ഇത് പ്രധാനപ്പെട്ടതാണ്. സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ചോദിക്കാം, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് രീതിയിൽ ചോദിക്കാം. അപ്പോൾ രണ്ട്, അതായത് മോറൽ ആയിട്ടുള്ളതോ ഈ അടുത്ത് തന്നിരിക്കുന്നതിൽ താഴെ തന്നിരിക്കുന്നതിൽ മോറൽ ആയിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള ഏതാണ് മൗലിക കടമകളിൽ ധാർമ്മികമായിട്ടുള്ളത് ഏതൊക്കെയാണ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ സിവിക് ഡ്യൂട്ടീസ് എന്ന് പൗരസമ്മതമായ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പോൾ ഭരണഘടനയെ ബഹുമാനിക്കുക, ദേശീയ പതാകയും ദേശീയ ഗാനത്തെ ബഹുമാനിക്കുക എന്നത് സിവിക് ഡ്യൂട്ടി ആണെന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്തത്, മൗലിക കടമകളിൽ ഇന്ത്യയുടെ പാരമ്പര്യത്തിലെയും പല മതത്തിലെയും മതാചാരങ്ങളെയും ഐതിഹ്യങ്ങളെയും പുരാണ കഥയെയും ചില നല്ല ഘടകങ്ങളെ കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ മൗലിക കടമകളെ എന്തൊക്കെയാണ് കാണാൻ കഴിയുക? ഇന്ത്യയുടെ പാരമ്പര്യത്തെ അതുപോലെ പല മതങ്ങളിലെയും മതപരമായ ആചാരങ്ങളിലെയും ഐതിഹ്യങ്ങളിലെയും പുരാണ കഥകളിലെയും ചില ഘടകങ്ങളെ കാണാനായിട്ട് സാധിക്കും. മൗലിക കടമകൾ പാലിക്കപ്പെടുന്നതിന് വേണ്ടി പൗരന് കോടതിയെ സമീപിക്കാൻ സാധിക്കുമെങ്കിലും പാർലമെന്റിൽ ചില കടമകൾ പാലിക്കപ്പെടാൻ വേണ്ടി നിയമം നിർമ്മിക്കാം. വന്യമൃഗങ്ങളുടെയും മരങ്ങളുടെയും അനധികൃത കടത്തലിനും വിൽപ്പനയ്ക്കും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നത് ഇത്തരം നിയമപ്രകാരമാണ്. ഓക്കെ, എന്താണ് ശ്രദ്ധിക്കുക? മൗലിക കടമകൾ പാലിക്കപ്പെടുന്നതിന് വേണ്ടി പൗരന്റെ കോടതിയെ സമീപിക്കാൻ സാധിക്കുമെങ്കിലും പാർലമെന്റിന് ചില കടമകൾ പാലിക്കപ്പെടാൻ വേണ്ടി നിയമം നിർമ്മിക്കാം. അതിൽ വരുന്ന നിയമമാണ് വന്യമൃഗങ്ങളെയും മരങ്ങളെയും അനധികൃത കടത്തലിനും വിൽപ്പനയ്ക്കും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നത് ഏത് പ്രകാരമാണ്? ഈ പ്രകാരമാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത്, മൗലിക കടമകൾ നേടുന്ന ചില വിമർശനങ്ങളുണ്ട്. ഏതൊക്കെയാണ് വിമർശനങ്ങൾ നോക്കാം. നികുതി അടയ്ക്കുക, വോട്ട് ചെയ്യുക, കുടുംബാസൂത്രണം എന്നിവ കടമകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് അതൊരു വിമർശനമായിട്ട് വരുന്നുണ്ട്. അതുപോലെ ചില കടമകൾ പറഞ്ഞിരിക്കുന്നത് സാധാരണക്കാരന് മനസ്സിലാകാൻ മാത്രം വ്യക്തതയില്ല എന്നതാണ്. അത് ശാസ്ത്രീയമായ കാഴ്ചപ്പാടുകളും മാനവികതയും തുടങ്ങിയവയെ കുറിച്ച്. മൗലിക അവകാശങ്ങളുടെ തുടർച്ചയായി ചേർക്കാതെ മാർഗനിർദ്ദേശങ്ങളുടെ തുടർച്ചയായി ന്യായവാദത്തിന് അർഹമായ രീതിയിൽ ചേർത്തത് ഏതിനാണ്? ഈ വിമർശനം നേടുന്ന മൂന്നാമത്തെ ഒരു ഭാഗമാണ്. പുറത്തു വയ്ക്കാം. നികുതി അടയ്ക്കുക, വോട്ട് ചെയ്യുക, കുടുംബാസൂത്രണം എന്നിവ കടമയിൽ നിന്ന് ഒഴിവാക്കിയത് വിമർശനത്തിന് വിമർശനം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില കടമകൾ പറഞ്ഞതിലുള്ള സാധാരണക്കാരന് മനസ്സിലാക്കാൻ കഴിയാത്തതും വ്യക്തതയില്ലാത്തതും വിമർശനത്തിന് പാത്രമായിട്ടുണ്ട്. അതുപോലെ മൗലിക അവകാശങ്ങളുടെ തുടർച്ചയായി ചേർക്കാതെ നിർദ്ദേശങ്ങളുടെ തുടർച്ചയായി ന്യായവാദത്തിന് അർഹമല്ലാത്ത രീതിയിൽ ചേർത്തതും ഇതിനെക്കുറിച്ച് വിമർശനത്തിന്
വിമർശനത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഓക്കെ, അടുത്ത മൗലിക കടമകളിൽ പ്രധാനപ്പെട്ട മറ്റൊരു കമ്മിറ്റിയാണ് 1999 വർമ്മ കമ്മിറ്റി. നമ്മൾ നേരെ സോറൻസൺ കമ്മിറ്റി പറഞ്ഞു, ഇത് വർമ്മ കമ്മിറ്റിയാണ്. പാർലമെന്റ് ഏതെങ്കിലും രീതിയിൽ മൗലിക കടമകളെ നടപ്പിൽ വരുത്താൻ, അടിച്ചേൽപ്പിക്കാൻ, നിയമം നിർമ്മിക്കാൻ സാധിക്കുമെന്ന് നിർദ്ദേശിക്കുന്ന പരിസ്ഥിതി സംരക്ഷണം, ഭാഷ, മതം, വംശം, ജനനസ്ഥലം തുടങ്ങിയ വിഭജനത്തിനെതിരെയുള്ള നിയമങ്ങൾ ഉദാഹരണമായി പറയാം. അപ്പൊ എന്താണ്, പാർലമെന്റിന് ഏതെങ്കിലും രീതിയിലുള്ള മൗലിക കടമകൾ നടപ്പിൽ വരുത്താൻ, നിയമം നിർമ്മിക്കാനും സാധിക്കുമെന്ന് നിർദ്ദേശിച്ചു. ഏത്? വർമ്മ കമ്മിറ്റി. ഓക്കെ, അടുത്ത പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഹോണേഴ്സ് ആക്ട് 1971. ഇന്ത്യൻ ഭരണഘടനയോടും ദേശീയഗാനത്തോടും ദേശീയ ഗീതത്തോടും അനാദരവിനെതിരെയുള്ള നിയമമാണ് പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഹോണേഴ്സ് ആക്ട് 1971. മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ഉടമ്പടികളുടെയും തുടർച്ചയായി അന്താരാഷ്ട്ര തലത്തിൽ കുട്ടികളുടെ അവകാശങ്ങളെ സംബന്ധിച്ച് കീഴ്വഴക്കങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ അംഗീകരിക്കപ്പെടുകയാണ്. അതാണ് കൺവെൻഷൻ ഓൺ ദ റൈറ്റ് ഓഫ് ദി ചൈൽഡ്. UN കുട്ടികളുടെ അവകാശ പ്രഖ്യാപനം നടത്തിയത് 1989 നവംബർ 20. ഓർത്തു വെച്ച് പഠിക്കുക, 1989 നവംബർ 20 UN കുട്ടികളുടെ അവകാശ പ്രഖ്യാപനം നടത്തിയത്. അടുത്ത, ലോകത്തിലെ ഭരണകൂടങ്ങളോട് കുട്ടികളുടെ അവകാശത്തെ ഉറപ്പുവരുത്താൻ ഈ പ്രഖ്യാപനത്തിലൂടെ UN നിർദ്ദേശിച്ചു. അപ്പോൾ UN കുട്ടികളുടെ അവകാശ പ്രഖ്യാപനം നടത്തിയത് 1989 നവംബർ 20. ഈ പ്രഖ്യാപനത്തിലൂടെ ലോകത്തിലെ ഭരണകൂടങ്ങളോട് എന്ത് ചെയ്തു? കുട്ടികളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്താൻ UN നിർദ്ദേശിച്ചു. അടുത്ത, ശിശുവിന് വാത്സല്യം, സ്വാതന്ത്ര്യം, സമാധാനം, സമഭാവന, സഹാനുഭൂതി എന്നിവയിലൂന്നി വ്യക്തിത്വ വികാസം ഉറപ്പുവരുത്താൻ മാതാപിതാക്കളോടും സമൂഹത്തോടും ഈ പ്രഖ്യാപനം ആഹ്വാനം ചെയ്തു. സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ചോദിക്കാവുന്നതാണ്, കൃത്യമായിട്ട് ഓർത്തു വയ്ക്കാം. അടുത്ത, ഇന്ത്യയിലെ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ വിദ്യാഭ്യാസ അവകാശ നിയമം, ബാലവേല നിരോധന നിയമം. കൃത്യമായിട്ട് ഓർത്തു വയ്ക്കാം, വിദ്യാഭ്യാസ അവകാശ നിയമം സ്കൂൾ പാഠപുസ്തകത്തിൽ നിന്നുള്ള പോയിന്റാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം, ബാലവേല നിരോധന നിയമം. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് 2009. ഓക്കെ, വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് എന്ന് വെച്ചാൽ 2009 പഠിച്ചു വയ്ക്കാം. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം അഥവാ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്നുകൂടി പഠിച്ചു വയ്ക്കാം. അടുത്ത, കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ദേശീയ തലത്തിൽ രൂപം കൊണ്ടിട്ടുള്ളതാണ് ദേശീയ ബാല അവകാശ കമ്മീഷൻ. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സംസ്ഥാന തലത്തിൽ രൂപം കൊണ്ടിട്ടുള്ളതാണ് സംസ്ഥാന ബാല അവകാശ കമ്മീഷൻ. ബാലവേലയ്ക്കെതിരെ ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ചത് കൈലാസ് സത്യാർത്ഥിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് കൈലാസ് സത്യാർത്ഥി. 2014 മലാലയോടൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയതാണ് കൈലാസ് സത്യാർത്ഥി. ഓർത്തിക്ക, ബാലവേല ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപം നൽകിയ വ്യക്തിയാണ് കൈലാസ് സത്യാർത്ഥി. 2014 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ആരോടൊപ്പം? മലാലയോടൊപ്പം, മലാല യൂസഫ് സായിയോടൊപ്പം നേടിയതാണ് ആരെന്ന് കൈലാസ് സത്യാർത്ഥി. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടിയതിന് 17-ാം വയസ്സിൽ സമാധാനത്തിന് നോബൽ സമ്മാനം നേടിയതാണ് മലാല യൂസഫ് സായി എന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത, സ്ത്രീകൾക്കെതിരെ വിവേചനം അവസാനിപ്പിക്കുന്നതിനോ അവരുടെ ഉന്നമനത്തിനുമായി സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചത് 1979 ഓർത്തു വയ്ക്കുക. അടുത്ത, സ്ത്രീകളുടെ സംരക്ഷണത്തിനും അവകാശത്തിനും സംരക്ഷണത്തിനുമായി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് എന്ന് പറയുന്നത് ദേശീയ വനിതാ കമ്മീഷൻ. അതുപോലെ തന്നെ സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനുമായി സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നതാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ. അപ്പോൾ ഈ സംസ്ഥാന വനിതാ കമ്മീഷനും ദേശീയ വനിതാ കമ്മീഷനും ഇതിനകത്ത് ഉൾപ്പെടുത്താത്ത എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്മീഷനുകൾ എന്ന് പറയുന്ന ടോപ്പിക് പ്രത്യേകമായിട്ട് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ ബാക്കി വിവരങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്താറ്. നിങ്ങളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി ഇന്ത്യയിൽ നിർമ്മിച്ച പ്രധാന നിയമങ്ങൾ ഗാർഹിക പീഡനത്തിൽ നിന്ന് സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന 2005 പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005. ഓർത്തേക്ക്, പ്രൊട്ടക്ഷൻ ഓഫ് വുമൻസ് ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 ഗാർഹിക പീഡനത്തിൽ നിന്ന് സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമമാണ്. ഓർത്തേക്ക, അതുപോലെ തൊഴിൽ ഇടങ്ങളിലെ സംരക്ഷണവും ഈ സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമങ്ങളാണ്. അടുത്ത, ഉപഭോക്താവ് വില കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളുടെ സേവനങ്ങളുടെയും ഗുണം, അളവ്, തൂക്കം എന്നിവ ശരിയായ രീതിയിൽ ലഭിക്കുന്നതിനുള്ള അവകാശമാണ് ഉപഭോക്തൃ അവകാശം. ഉപഭോക്തൃ സംരക്ഷണ നിയമമൊക്കെ ഇതിൽ വരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഓർത്ത് വയ്ക്കുക. ഇത്രയും വിവരങ്ങൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വേറെ ടോപ്പിക് ആയിട്ട് വീണ്ടും കാണാം.